നാഫ്സ്കോബ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. എന്താണ്? എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളുടെയും ഒരു ദേശീയ തലത്തിലുള്ള ഫെഡറേഷനാണ് എന്ത്? നാഫ്സ്കോബ്. എക്സ്പാൻഷൻ പഠിക്കണം. നാഷണൽ ഫെഡറേഷൻ എയുടെ നാഷണൽ, പിന്നെ ഫെഡറേഷൻ എന്താണ്? ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? സ്കോബ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നാഫ്സ്കോബ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. എന്താണെന്ന് നോക്കാം നമുക്ക്. The National Federation of State Cooperative Banks Limited, NAFSCOB, was established on 19th May 1964 with a view to facilitate the operations of state and central cooperative banks in general and development of cooperative credit in particular. അതായത് നാഫ്സ്കോബ് എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെട്ടത് 1964 മെയ് 19-നാണ്. എന്തിനാണിത് നിലവിൽ വന്നത്? നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കാര്യങ്ങൾ ഒന്ന് സഹായിക്കാൻ, അവരുടെ വികസനത്തിന് ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാഫ്സ്കോബ് നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ത് ചെയ്യുക? വികസിപ്പിച്ചെടുക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ടല്ലേ? ആ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിലെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അപ്പെക്സ് ആയിട്ടിരിക്കുന്നതല്ലേ ഫെഡറേഷൻ. അപ്പം നമ്മൾ ഏത് ഓർഗനൈസേഷൻ പഠിച്ചാലും അവനൊരു ഫെഡറേഷൻ കാണും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഫെഡറേഷനാണ് എന്ത്? നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്, നാഫ്സ്കോബ് എന്ന് പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക്, നമുക്കൊരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ദ റെസ്പോൺസിബിലിറ്റി ടു ആക്ട് ആസ് എ ബാലൻസിങ് ഫാക്ടർ ഓഫ് ഓൾ കോപ്പറേറ്റീവ്സ് ഹാസ് ബീൻ ടേക്കൺ ഓവർ ബൈ ദിസ് ഫെഡറേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാ കോപ്പറേറ്റീവ്സിൻ്റെയും ബാലൻസിങ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഫെഡറേഷനാണ്. എന്തുകൊണ്ടാണ്? നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കില്ല. അപ്പോൾ എല്ലാ സഹകരണത്തിൻ്റെയും അല്ലെങ്കിൽ സഹകരണ മേഖലയുടെയും ബാലൻസിങ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കുക എന്നാണ് നമ്മുടെ നാഫ്സ്കോബിൻ്റെ ഉത്തരവാദിത്വം. ഇനി നമുക്ക് നോക്കാം ഹെഡ് ക്വാർട്ടേഴ്സ്. എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ്? എവിടാണ്? മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ചെയർമാൻ ആരാണ്? കണ്ഠരു രവീന്ദ്രറാവു. ആരാണ്? കണ്ഠരു രവീന്ദ്രറാവു ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഐമാസ്. എന്താണ് ഐമാസ്? ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം. ഇതാരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കും. നാഫ്സ്കോബാണ്. ആരാണ്? നാഫ്സ്കോബാണ്. ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഐമാസ്. എന്താണ് ഐമാസ്? ഐമാസ് വാസ് ലോഞ്ച്ഡ് ബൈ ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡ്യൂറിങ് ദ ഇയർ 1965. എന്നാണിത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? 1965 ഇത് ലോഞ്ച് ചെയ്തത്. ഐമാസ് വന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ എന്ന് പറയും 1965. ഫോർ കളക്ടിങ് ചെക്ക്, ഡ്രാഫ്റ്റ് എക്സെട്ര ത്രൂ ഔട്ട് ദ കൺട്രി. നമ്മുടെ രാജ്യത്തുടനീളമുള്ള ചെക്ക് കളക്ട് ചെയ്യുക, ഡ്രാഫ്റ്റ്, ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് എന്ത്? ഐമാസ് എന്ന് പറയുന്നത്. നമ്മൾ കേരള ബാങ്ക് എന്ത് പഠിച്ചു? മാസ്ക് പഠിച്ചു അല്ലേ? മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം ഓഫ് കേരള. അവിടെയും എന്തായിരുന്നു? നമ്മുടെ ഒരു ഉപാധിയാണ് ചെക്ക് കളക്ട് ചെയ്യുക അല്ലെ ഡ്രാഫ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ആ ഫെസിലിറ്റീസ്, ചെക്ക് കളക്ഷൻ ഫെസിലിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയായിരുന്നു മാസ്ക്. അതേപോലെ തന്നെ ഇവിടെ നാഫ്സ്കോബിൻ്റെ ഒരു സ്കീമാണെന്ത്? ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീമാണ്. അവരെന്തിനാണ് വന്നത്? ഫോർ കളക്ടിങ് ചെക്ക്, ഡ്രാഫ്റ്റ് എക്സെട്ര ത്രൂ ഔട്ട് ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഉടനീളം തന്നെ ചെക്ക് കളക്ട് ചെയ്യുക, ഡ്രാഫ്റ്റ്, ഇതൊക്കെയായിരുന്നു ഐമാസിൻ്റെ ലക്ഷ്യം. ഇത് വന്ന വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 1965.